എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അള്ളാഹു സാക്ഷി, ഒരു സ്ഥാനം ഞാൻ ജീവിതത്തിൽ ചോദിച്ചു വാങ്ങിയിട്ടില്ല. സ്ഥാനത്തിനൊരു സൂചന ആരുടെ നൽകിയിട്ടില്ല. അതൊക്കെ യാന്ത്രികമായി അള്ളാഹുവിന്റെ നിശ്ചയം കൊണ്ട് വന്നു ചേർന്നതാണ്. ഒരു കാര്യം ഇതിനെ തുടർന്നുകൂടെ ഞാൻ പറയുകയാണ്, എന്നെ കുറിച്ച് ആരോപണങ്ങൾ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ സാധാരണ നിങ്ങൾക്കുള്ള ആളുകളെ പുറത്തുള്ള ആളുകൾ ധാരാളം ആളുകൾ ഫോൺ ചെയ്യും, ഉസ്താദെ ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ്, നിങ്ങളെക്കുറിച്ച് കുറെ വേണ്ടാത്ത എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും പറയാൻ നിൽക്കണ്ട. എന്നെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ടെലിഫോൺ ചെയ്താൽ, ചിലപ്പോൾ ഒരു വട്ടം വിളിച്ചാൽ എടുത്തില്ലെന്ന് പറഞ്ഞേക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിൽ 2-3 വട്ടമൊക്കെ ആവർത്തിച്ച് വിളിച്ചാൽ എന്താ കൂടുതൽ വിളിച്ചാൽ തിരിച്ച് ചിലപ്പോൾ വിളിച്ചേക്കും, എന്തായാലും ഫോണിൽ കിട്ടും. നേരിട്ട് ആ കാര്യങ്ങൾ സംശയ നിവാരണം നടത്തിയാൽ അതിന്റെ നിജസ്ഥിതി ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകാം, തിരുത്തലാണ് ഇസ്ലാമിക അധ്യാപനം. അത് ചോദിച്ച് വാക്കുറുത്താത് പറഞ്ഞതുപോലെ, അദ്മാക്ക് പറഞ്ഞതുപോലെ ചോദിച്ച് കാര്യങ്ങൾ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി തന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം പറഞ്ഞോ എഴുതിക്കോ, നിങ്ങൾ ഞാൻ ഫ്രീ ആക്കി തരാം. അല്ല, ബോധ്യപ്പെടാൻ തയ്യാറാകാതെ വിട്ടുനിന്ന് ആരെങ്കിലും ദുഷ്പ്രചരണം നടത്തുന്ന ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ എന്നത് ബാധിക്കൂല. കാരണം ഞാൻ ഇങ്ങനത്തെ കുറെ ആരോപണ സംഘടനയിൽ നിന്ന് കേട്ടവനാണ്. പക്ഷെ നാളെ ആഖിറത്തിൽ നിങ്ങളുടെ അമലുകൾ ചുരുങ്ങി പോകുമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നല്ല ജീവിതം ഉസ്താദ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, ഉസ്താദിന്റെ പൊരുത്തത്തിൽ, ഉസ്താദിന്റെ ഏറ്റവും വലിയ പൊരുത്തം നജാത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ അനുഭവത്തിൽ പറയുകയാണ്, ഏറ്റവും കൂടുതൽ